الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ ഹജ്ജ്, അതിലേക്ക് പ്രവേശിക്കുവാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 10 അത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പരിശുദ്ധ ഹറമും അതിന്റെ ചുറ്റുപാടുകളും ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ലോകത്ത് വിവിധ പ്രദേശങ്ങളിലുള്ള വിശ്വാസികൾ ദുൽഹിജ്ജ 10 അന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതിന് വലിയ പ്രാധാന്യവും മഹത്വവും ഉണ്ട് എന്ന് കഴിഞ്ഞ ഖുതുബകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ, ഹജ്ജിന്റെ അഅ്മാലുകളും മറ്റ് ഇതര പ്രവർത്തനങ്ങളുമെല്ലാം ലോകാന്ത്യം വരെ വരുന്ന വിശ്വാസി സമൂഹം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ ഹജ്ജിൽ അതിന്റെ തുടക്കം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ തന്നോടൊപ്പം ഹജ്ജിന് വന്ന ആളുകൾക്ക് വിവിധങ്ങളായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
എന്നാൽ അവിടുത്തെ പ്രഭാഷണത്തെ ഖുത്ബത്തുൽ വദാ എന്ന് പറഞ്ഞുകൊണ്ട് വിടവാങ്ങൽ പ്രസംഗം എന്ന രൂപത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രസംഗമുണ്ട്. മനുഷ്യ സമുദായത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലനിൽപ്പിന് ആവശ്യമായ ധാരാളം ഘടകങ്ങളെ കൃത്യമായി വിശദീകരിച്ച ഒരു പ്രസംഗം. അറഫയിൽ ദുൽഹിജ്ജ 9-ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ഒരു സംസാരം. ആ സംസാരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോകലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സുപ്രധാനമായ ചില കാര്യങ്ങൾ ആ സംസാരത്തിൽ നിന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിലിരിക്കുന്ന ഹാജിമാർ അന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികളായ സ്വഹാബികളാണ്. ആ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലയോ സ്വഹാബികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. കാരണം ആ സംസാരം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സംബോധനം വരുന്നത് അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ലോകാന്ത്യം വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്ന തരത്തിൽ ഒരു ഗുരുവര്യരായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത് തന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വലിയൊരു നിർദ്ദേശം കൊടുക്കുന്നു. ഇത് ആദ്യത്തേതും അവസാനത്തേതുമായ കൂടിക്കേറലാണ്. ഇനി അറഫയുടെ മൈതാനത്ത് ഇങ്ങനെ ഒരു സംസാരത്തിന് ഞാൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സമ്പൂർണമായ സംസാരം നിങ്ങൾക്ക് തരാൻ അടുത്ത വർഷം ഞാൻ ഉണ്ടാവണമെന്നില്ല. അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം. ജനങ്ങളെ, നിങ്ങൾ എന്റെ വാക്ക് ശ്രദ്ധിക്കണം. ഫൈനി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ ഹാദൽ മൗഖിഫ്. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇതേ സ്ഥലത്ത് നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയില്ലെന്ന് വന്നേക്കാം. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം വിടവാങ്ങൽ സംസാരമാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അതിനുശേഷം ഒരു ഹജ്ജിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടില്ല. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഒരു സംസാരം സ്വഹാബത്തിനോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഖുത്ബത്തുൽ വദാ, വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത്. വളരെ സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം കണ്ണു തുറന്ന് കാണുകയും കാതു തുറന്ന് കേൾക്കുകയും ഹൃദയം തുറന്ന് അംഗീകരിക്കുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ചില സംസാരങ്ങൾ. അതിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും അലൈക്കും ഹറാമുൻ. ജനങ്ങളെ, റസൂലുള്ളാഹിന്റെ ഒരു ചോദ്യം ഉണ്ട് ആദ്യം. ഇതേതാ ദിവസം, ഇതേതാ ദിവസം, ഇതേതാ സ്ഥലം, ഇതേതാ വർഷം? പ്രവാചകന്റെ ചോദ്യമാണ്. ഇതേതാ സ്ഥലം, ഇതേതാ സ്ഥലം? അതെ, ബലദുൽ ഹറാം. ഇതേതാ സമയം? ഇത് ദുൽഹിജ്ജയാണ്, ഹജ്ജിന്റെ സമയമാണ്, ഹജ്ജിന്റെ മാസമാണ്. ഇതെല്ലാം അറിയാം സഹാബികൾക്ക്. പക്ഷെ പ്രവാചകന്റെ ചോദ്യത്തിന് ഒരു ഗൗരവമുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ ദിവസത്തിനൊരു ഹുർമത്തുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഈ ദിവസത്തിനൊരു പവിത്രതയുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, എങ്കിൽ അതുപോലൊരു പവിത്രമായ കാര്യമുണ്ട്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, മനുഷ്യർ പരസ്പരം അവരുടെ അഭിമാനത്തെ കാത്തു സംരക്ഷിക്കണം. ഒരാളും മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്തരുത്.
ഒരാളും മറ്റൊരുടെ ധനത്തെ അന്യായമായി കവരരുത്. ഒരാളും മറ്റൊരുത്തനെ കൊല്ലരുത്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും. നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന പ്രഖ്യാപനം. ഏത് നാട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതാണ് ഗൗരവം. എന്തിനും ഏതിനും കൊലയും കൊള്ളിവയ്പും തോന്നിയാസങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യനെ പരിഷ്കരിച്ച്, മനുഷ്യനെ സംസ്കരിച്ച് അത്യുന്നതമായ ഒരു വിശ്വാസത്തിലും ആചാരത്തിലും സംസ്കാരത്തിലും സ്വഭാവത്തിലും എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള സംസാരം ഈ കാലഘട്ടത്തിലും അത് ഗൗരവതരമായ സംസാരമാണ്. ഈ കാലഘട്ടത്തിലും വലിയ സംസാരമാണ്. അഭിമാനം വലിയ ഗൗരവമുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായത് അഭിമാനത്തിന് മുറിവേറ്റത് കൊണ്ടാണ്. ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നൊരു പിഴവ്, അത് പിഴവാണോ അല്ലേ എന്നൊന്നും ഞാൻ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു വർത്തമാനമുണ്ട്. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ഇവിടുത്തെ യുവസമൂഹത്തെ നോക്കിക്കൊണ്ട് പാറ്റകളെന്ന് വിളിച്ച വർത്തമാനം ചെറുതല്ല. അത് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കലാണ്. അഭിമാനത്തിന് മുറിവേറ്റാൽ പിന്നെ അതിനപ്പുറത്തേക്ക് കടന്നു വരാൻ പോകുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാലങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മുഴുവനും തോൽപ്പിച്ചുകൊണ്ട് യുവസമൂഹം ഒന്നിച്ചൊന്നാകുന്ന കാഴ്ച പിന്നീട് അത്ഭുതകരമായി കാണുകയാണ് നമ്മൾ. ഈ കാലഘട്ടത്തിൽ വലിയ ഗൗരവമുള്ള വാക്കാണ് ഞാൻ പറഞ്ഞു വെറുതല്ല. ഇന്ന അംബാലക്കും ഇന്ന ദിമാഅക്കും വഅറാദക്കും വഅംബാലക്കും ഹറാമുൻ അലൈക്കും. ഒരാളും മറ്റൊരുത്തന്റെ ധനം അപഹരിക്കരുത്. ഒരാളും മറ്റൊരുത്തന്റെ ധനം അപഹരിക്കരുത്. ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പാവപ്പെട്ടവന്റെ ധനം അന്യായമായി അപഹരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വാക്കിന് പ്രസക്തിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മക്ക എന്ന ചെറു ഗ്രാമത്തിന്റെ ഉള്ളിൽ അതിന്റെ പ്രദേശത്ത് നിന്നുകൊണ്ട് സംസാരിച്ച 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു സംസാരത്തിന് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് വലിയ ഗൗരവമുണ്ട്. ഈ കാലഘട്ടത്തിലും അതിന് പ്രസക്തിയുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ഒരു വർത്തമാനത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ കാലം അതിന് കൃത്യമായ മറുപടി തരുകയാണ്. നിങ്ങളുടെ ധനം നമ്മൾ കാണുന്നുണ്ട്. UP അതുപോലെ കാണുന്നു പശ്ചിമ ബംഗാൾ. എടുക്കുന്ന തലതിരിഞ്ഞ തീരുമാനങ്ങൾക്ക് ജനമനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം, ജനങ്ങളുടെ സമ്പത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം, മുസ്ലിമീങ്ങളെ കെണിവെച്ച് പിടിക്കാൻ, മുസ്ലിമീങ്ങൾ ദുൽഹിജ്ജ 10-ന് അവർ ബലിയെറുക്കുമ്പോൾ ഇവിടെയുള്ള കന്നുകാലികളെ ബലിയെറുക്കാൻ വിട്ടുകൊടുക്കൂല. കന്നുകാലിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യാട്ടോ ഇന്ത്യ. ഗൗരവമുള്ളൊരു വർത്തമാനമാണത്. കന്നുകാലിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കണമെന്ന് പറയുന്ന. എന്തായാലും ഒരു സമൂഹം ഒന്നാകെ കഷ്ടതയിലേക്ക്, കഷ്ടപ്പാടിലേക്ക്, പ്രയാസത്തിലേക്ക്, പട്ടിണിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു കാഴ്ച. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞ വർത്തമാനമാണ് ഇന്ന അംവാലക്കും ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ വഫി ശഹരിക്കും ഹാദാ. ഈ മാസത്തിന്റെ, ഈ നാടിന്റെ, ഈ ദിവസത്തിന്റെ പ്രത്യേകത, അതിന്റെ പവിത്രത പോലെ കാത്തു സൂക്ഷിക്കണേ. വിശ്വാസി സമൂഹമേ, വിശ്വാസികളെ, വലിയ ഗൗരവത്തിൽ കാണേണ്ടുന്ന വാക്കാണത്. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച പ്രഖ്യാപനമാണ്. സൂക്ഷിക്കണം. മറ്റൊരുത്തന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വർത്തമാനങ്ങളോ പ്രവർത്തനങ്ങളോ വിശ്വാസികളെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. മറ്റൊരുത്തന്റെ സമ്പത്ത് അന്യായമായി കൊള്ളയടിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാവരുത്. അവനെ കൊന്നൊടുക്കുന്ന, അവന്റെ രക്തം ചിന്തുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാവരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട അനുയായികളോട് വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഇൻദഹു അമാന ഫൽയുഅദ്ദിഹാ ഇലാ മൻ ഇത്തമനഹു അലൈഹാ. ആരുടെയെങ്കിലും കയ്യിൽ മറ്റൊരുത്തന്റെ അമാനത്തുണ്ടെങ്കിൽ, മറ്റൊരുത്തൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്തുണ്ടെങ്കിൽ അത്
അതിന്റെ ആളുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തേക്കണം. അമാനത്തൊരു വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടുന്ന, വിശാലമായി സംസാരിക്കേണ്ട വാക്കുകളാണ്. ഇന്ന് അമാനത്തിന് യാതൊരുവിധ ഗൗരവവുമില്ലാത്ത കാലം, അമാനത്തിന് ഗൗരവമില്ലാത്ത കാലം. അമാനത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരാൾ എൻ്റെ കയ്യിൽ 10 റുപ്യ എന്നിട്ട് ഇത് സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ വരുമ്പോൾ തരണം എന്ന് പറഞ്ഞ ആ ഒരു സംഖ്യയിൽ മാത്രം ഒതുങ്ങണല്ല. വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നതെന്തും അതൊരു പക്ഷെ വാക്കുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കരാറുകളാകാം. അങ്ങനെ തുടങ്ങി ഏതൊക്കെ മേഖലകളാണോ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്നത് അത് അയാളിലേക്കല്ലാതെ വേറൊന്നിലേക്കും പോകരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലം, ഒരമാനത്തും സൂക്ഷിക്കപ്പെടാത്ത കാലം, ഒരമാനത്തും സൂക്ഷിക്കപ്പെടാത്ത കാലം. ആളുകളുടെ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന സംഗതികൾ പോലും പുറത്തേക്ക് തട്ടിയെറിയപ്പെടുന്ന കാലം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ വലിയ ഗൗരവമുള്ളൊരു വാക്കുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ഒന്ന് നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് തിരിച്ചു വരാൻ. അമാനത്ത് എന്നത് ഒരു വിശാലമായ സംഗതിയാണല്ലോ. നിങ്ങളെ ഏൽപ്പിക്കപ്പെടുന്നത് എന്തും അമാനത്താണ്. ഒരു സംഘടനയുടെ നേതാവെന്ന് പറഞ്ഞാൽ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടയാളാണ്. ഒരു പള്ളിയുടെ കമ്മിറ്റി എന്ന് പറയുന്നത് അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടയാളാണ്. വേണ്ട, ഉളുഹിയ്യത്ത് എന്ന് പറയുന്നതും അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടതാണ്. അതതിന്റെ കൃത്യമായ രൂപത്തിൽ അതിന്റെ അവകാശികൾക്ക് അതേ രൂപത്തിൽ കൃത്യമായി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ആകാശം ഭയപ്പെട്ടതാണ്, ഭൂമി ഭയപ്പെട്ടതാണ്, പർവ്വതങ്ങൾ ഭയപ്പെട്ടതാണ്. അമാനത്ത് വഹിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയം. പക്ഷെ മനുഷ്യനെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ പലപ്പോഴും ആ വിഷയത്തിൽ അറിവ് കിട്ടവനും അക്രമം പ്രവർത്തിക്കുന്നവനുമാണ് എന്ന് ഖുർആൻ. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടത്, നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കണം കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ആളുകൾ എല്ലാവരും പറയും ഇസ്ലാം പുരുഷപക്ഷ വായനയുടെ മതമാണ്. ഖുർആൻ നോക്കിയാൽ പുരുഷപക്ഷ വായനയേ ഉള്ളൂ. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പുരുഷനുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് യാതൊരുവിധ അവകാശങ്ങളുമില്ല. അവൾ പർദ്ദയിൽ പൊതിഞ്ഞു കെട്ടി വീടിന്റെ അകത്തളങ്ങളിൽ ഒതുക്കി വെച്ച് അടുക്കളയിൽ പുകയും കരിയും ഏൽക്കേണ്ടുന്ന ജന്മങ്ങളായി നിൽക്കേണ്ടതാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പെരുമ്പറ അടിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണിന് മാന്യമായ ഒരു വസ്ത്രം ധരിക്കുക എന്നത് പോലും സമൂഹത്തിന് പ്രശ്നം. ഒരേ വസ്ത്രം മുസ്ലിം പെണ്ണിട്ടാൽ കുറ്റവും മറ്റൊരു പെണ്ണിട്ടാൽ കുറ്റമല്ലാതെയാകുന്ന വിവേചനത്തിന്റെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക സ്ത്രീയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സംസാരത്തിൽ സ്ത്രീകൾക്ക് വല്ല പ്രാധാന്യവും കൊടുത്തിരുന്നോ എന്ന് പരിശോധിച്ച് നോക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. ജനങ്ങളെ, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, സ്ത്രീകളോട് നല്ല നിലക്ക് നിങ്ങൾ പ്രവർത്തിക്കണം കേട്ടോ. അവിടെ അങ്ങോട്ട് അവസാനിച്ചില്ല കേട്ടോ. ആ വാക്കിന്റെ ഒരു ഗൗരവമുണ്ട്. വത്തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. സ്വാഭാവികമായും പുരുഷന്റെ ശാരീരിക ക്ഷമതയും
അവന്റെ കരുത്തുമെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള വിഭാഗമാണ് സ്ത്രീകൾ. ശാരീരികമായി ദുർബലരായ ആളുകൾ ഒരാളുടെ കീഴിൽ നിൽക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. അങ്ങനെയാണ് അവരുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത. റഅഫത്തും റഹ്മത്തും ഒക്കെ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തർലീനമാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ നിർമ്മലതയും വൈകാരികതയുമാണ് അവർക്ക് ഉണ്ടാവുക. എന്നാൽ പുരുഷനാവട്ടെ കരുത്തിന്റെയും ശക്തിയുടെയും അതേപോലെ തന്നെ അടക്കി ഭരിക്കലിന്റെയും പ്രതീകമായി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? ഫൈന്നകും അഖൽതുമുഹുന്ന ബിഅമാനില്ലാഹ്, അല്ലാഹുവിന്റെ അഭയത്തിലാണ് നിങ്ങൾ അവരെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള അമാനത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകി. അങ്ങനെയാണ് നിങ്ങൾ അവരെ ഭാര്യയാക്കി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം പുരുഷന്മാരെ, സ്ത്രീകളെ പ്രയാസപ്പെടുത്തരുത്, ഉപദ്രവിക്കരുത്, അവരെ അടിക്കരുത്, അവരെ ഭത്സിക്കരുത്. അവരോട് മാന്യമായി പെരുമാറണം, അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. പ്രവാചകന്റെ വാക്കുവാല ഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവർക്ക് മാന്യമായ രൂപത്തിൽ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിൽ പരാജയപ്പെടരുത് മനുഷ്യരെ, അവരെ പ്രയാസപ്പെടുത്തരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫി വലിർജാലി അലൈഹിന്ന ദറജ, നിങ്ങളെപ്പോലെ തന്നെ അവർക്കും ബാധ്യതകളുണ്ട്. അത് കൃത്യമായി നിങ്ങൾ നിറവേറ്റണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കണിശമായി. ഏത് കാലഘട്ടമാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഗൗരവം. സ്ത്രീകൾക്ക് യാതൊരുവിധ പ്രാധാന്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ ആകെ പ്രാധാന്യം മറ്റൊരുത്തന്റെ കാമപൂർത്തീകരണത്തിന് ഉപകരണമായി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗമായി സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാർവത്രികമായി നടന്നിരുന്ന കശാപ്പിനെ ഒരൊറ്റായത്തുകൊണ്ട് തകർത്തെറിഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭം, എന്തു പാപം നിമിത്തമാണ് കൊല ചെയ്യപ്പെട്ടതെന്ന പെൺകുട്ടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. എന്തു മറുപടി പറയും പിതാക്കളെ? പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ആളുകളെ, പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം. അക്കാലഘട്ടത്തിൽ കുഴിച്ചുമൂടലും അടിച്ചമർത്തലുമാണെങ്കിൽ സമാനമായ നിഷേധഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സ്ത്രീകളെ വേണ്ട ഏത് രൂപത്തിലും ചൂഷണം ചെയ്യുക എന്നത് മാത്രമായി അധപ്പതിച്ച എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, അവിടെയാണ് സ്ത്രീകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ സംസാരത്തിലാണ്. വലിയ ഗൗരവമുള്ള ആ സംസാരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. പലിശ സമ്പ്രദായത്തെ ഞാൻ എൻ്റെ കാലിന്റെ അടിയിലേക്ക് വെക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാം താന്തോന്നി തരങ്ങളെ മുഴുവനും ശക്തമായി പിടിച്ചു. എല്ലാത്തിനെയും ജാഹിലിയത്തിന്റെ അജ്ഞാന കാലഘട്ടത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഞാൻ എൻ്റെ കാലിന്റെ അടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവതരമായി മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, മനുഷ്യന്റെ സംസ്കാരത്തിന്, മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന വ്യഭിചാരമുണ്ടല്ലോ, വേശ്യാവൃത്തിയുണ്ടല്ലോ, അത് സമ്പൂർണമായും ഇതാ ഇവിടുന്ന് ഞാൻ തകർക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ്, വിശാലമായി പല റിപ്പോർട്ടുകളിൽ വന്നതാണ്. എല്ലാം കൂടി ഒരു ഖുതുബയിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. എത്രയൊരു സമ്പൂർണമായ ഒരു സംസാരം.
എല്ലാ മേഖലയിലേക്കും വെളിച്ചം വീശുന്ന വളരെ സുപ്രധാനമായ സംസാരം. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു വസിയത്തുള്ളത്, നമ്മൾ ഓരോരുത്തരും പഠിക്കണം പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം പഠിക്കണം. അതിന്റെ ഓരോ പോയിന്റുകളെയും കൃത്യമായി അനലൈസ് ചെയ്യണം. ജീവിതത്തിൽ നമുക്ക് വലിയ വഴികാട്ടിയാണ്. ലോകാന്ത്യം വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന് കൃത്യമായ മാർഗദർശനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി ഉൾക്കൊള്ളണം എന്ന് ഉണർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു ബിൽ കിതാബിൽ മൻഊതി ബിഫസ്ലിൽ ഖിതാബ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംസാരിച്ച സംസാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടി ഒന്ന് സൂചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ അഖദ്തും ബിഹി ലൻ തദില്ലു കിതാബല്ലാഹ് വസുന്നത നബിയിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിക്കുകയാണ്. നിങ്ങളത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ പിഴച്ചു പോകില്ല, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കില്ല. അതൊന്ന് അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. മറ്റൊന്ന് ആ ഖുർആനിന്റെ ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ച് മാതൃക കാണിക്കാൻ വന്ന അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഖുർആനിനെയും പ്രവാചകനെയും നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിൽ വിടുന്നോ അന്ന് നിങ്ങൾ ചിന്ന ഭിന്നമാകും, അന്ന് നിങ്ങൾ പിഴച്ചു പോകും. അത് രണ്ടും മുറുകെ പിടിച്ചു നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ പിഴച്ചു പോകില്ല, നിങ്ങൾ തകർന്നു പോകില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം. നിങ്ങൾ ആ വാചകത്തെ വെച്ചുകൊണ്ട് പ്രവാചകാനന്തരം ഇസ്ലാമിക ഖിലാഫത്തുകളെ ഒന്ന് അനലൈസ് ചെയ്താൽ എവിടുന്നാണ് മുസ്ലിം സമുദായത്തിന് പിഴച്ചത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ ഉമ്മത്ത് ഛിന്ന ഭിന്നമാക്കപ്പെട്ടത്, കഷ്ണങ്ങളാക്കപ്പെട്ടതെല്ലാം ഈ ഖുർആനും സുന്നത്തിൽ നിന്നും അവരുടെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അവരുടെ ഗവേഷണങ്ങൾക്കും അവരുടെ നിരീക്ഷണങ്ങൾക്കും മാത്രമായി പ്രാധാന്യവും മഹത്വവും നൽകപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യ സമൂഹം കടന്നു വന്നത് മുതലാണ് മുസ്ലിം സമുദായത്തിന് അധപ്പതനവും പിഴവ് സംഭവിക്കുകയും ഉണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഹജ്ജിന്റെ ആ ദിവസത്തിൽ അഥവാ ദുൽഹിജ്ജ 10 നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ. ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ 2 തരം തക്ബീറുകളാണുള്ളത്. വിശദീകരിച്ച സമയം കുറെ കൂടുതലായി പോകുന്നുള്ളത് ഞാൻ ഭയപ്പെടുകയാണ്. 2 തരം തക്ബീറുകളാണ്. ഒന്ന് മുഖയ്യദായ തക്ബീർ, മറ്റൊന്ന് മുത്ലഖായ തക്ബീർ. അഥവാ നിരുപാധികം തക്ബീർ ചൊല്ലുക എന്നത് ദുൽഹിജ്ജ 1 മുതൽ തുടങ്ങുന്നു. ദുൽഹിജ്ജ 1 മുതൽ തക്ബീർ ചെല്ലാം. അത് അവസാനത്തെ യൗമുൽ തശ്രീഖ് അഥവാ അയ്യാമുൽ തശ്രീഖിന്റെ അവസാനത്തെ ദിവസം വരെ, അതിന്റെ അസ്ർ വരെ അല്ലെങ്കിൽ മഗ്രിബ് വരെ, മഗ്രിബിന് ശേഷവും ചൊല്ലിയത് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അത് മുത്ലഖായ തക്ബീറാണ്. മുഖയ്യദായ തക്ബീർ, നിശ്ചയിക്കപ്പെട്ട കാരണം നിശ്ചയിക്കപ്പെട്ട തക്ബീർ എന്ന് പറയുന്നത് അറഫ ദിവസം സുബഹി മുതൽ അയ്യാമുൽ തശ്രീഖിന്റെ അവസാനത്തെ ദിവസം വരെ പ്രത്യേകമായി ചൊല്ലേണ്ടുന്ന തക്ബീറാണ്. അപ്പൊ ഇപ്പൊ ഒരാൾ ആരെങ്കിലും തക്ബീർ ചൊല്ലുന്ന കണ്ടിട്ട് സമയമായിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട. അത് മുത്ലഖായ തക്ബീറാണ്, തക്ബീർ ചൊല്ലാവുന്നതാണ്. പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിനു മുമ്പ് അറഫ ദിവസത്തെ നോമ്പാണ്. യൗമുൽ അറഫയിൽ നോമ്പ് പിടിക്കുക, അഥവാ നമുക്ക് ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ നോമ്പെടുക്കുക. അത് അറഫയിലെ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും അവരോട് നിൽക്കുമ്പോഴല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ സംശയം ഉന്നയിക്കുകയും പറയുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് ആ സംശയം അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി.
കാരണം ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിലാണെങ്കിൽ എന്താ ഘട്ടം? ഇങ്ങനത്തെ ഒരു വിവര സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നോമ്പെടുത്തത്? ദുൽഹിജ്ജ 9-നാണ്. ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതായാൽ എപ്പോഴെടുക്കാം? അപ്പോഴും ദുൽഹിജ്ജ 9-ന് എടുക്കാം. അപ്പൊ ദുൽഹിജ്ജ 9 മാസം കണ്ട നിലക്ക് നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് അന്നാണ് നോമ്പെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞത് യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടാനുള്ളതാണ് ആ ദിവസത്തെ നോമ്പ് എന്നാണ്. അതുകൊണ്ട് അറഫ ദിവസത്തെ നോമ്പ് അഥവാ ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് എല്ലാവരും എന്ത് ചെയ്യുക? നോമ്പെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്ത് ഞാൻ കൃത്യം പറയുന്നില്ല, ഒരു ദിവസം ഞാനത് ഒരു ഖുതുബ തന്നെ ആ വിഷയത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. മഴയുടെ സാന്നിധ്യമുണ്ട്. ഈദ്ഗാഹ് 7:15 നടക്കാം. മഴയുടെ സാന്നിധ്യവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പള്ളിയിലായിരിക്കും ഈദ് നമസ്കാരം ഉണ്ടാവുക. അതും സമയം 7:15 തന്നെയായിരിക്കും. കഴിഞ്ഞ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടാണ് വരാൻ പറഞ്ഞതെങ്കിൽ ഈ പെരുന്നാളിന് കഴിക്കാതെ വരലാണ് സുന്നത്ത്. കഴിഞ്ഞത് റമദാൻ നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളായതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരണം, അത് കാരക്കയാണ് സുന്നത്ത് എന്നൊക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ ഈ പെരുന്നാളിന് നിസ്കരിക്കാൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരലാണ് വേണ്ടത്. നബിതങ്ങൾ അത് കഴിഞ്ഞ പിന്നെ ആദ്യം കഴിച്ചിരുന്ന ഉദ്ഹിയ്യത്തിന്റെ അംശമായിരുന്നു എന്നാണ്. നമുക്ക് പിന്നെ അതിന്റെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കുന്നവരങ്ങനെ ചെയ്തോളി, അല്ലാത്തവർക്ക് സാധാരണ ഭക്ഷണം കഴിക്കാം. പക്ഷെ ഈദ്ഗാഹിന് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കലാണ് പ്രവാചകന്റെ സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പെരുന്നാളിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എത്തുക എന്നുള്ളതാണ്. ആണും പെണ്ണും കുഞ്ഞും കുട്ടിയും എല്ലാവരും എത്തണം, എല്ലാവരും എത്തുക. ആർത്തവ സ്ത്രീകളാണെങ്കിൽ അവരും വരണം, പക്ഷെ അവർ നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ടമാർ എന്നാൽ മതി എന്ന് മാത്രം. ഖൈർ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഉളുഹിയ്യത്താണ്. ഉളുഹിയ്യത്ത് വളരെ ഗൗരവതരമായി കാണേണ്ടതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ കഴിയുന്ന ആളുകളൊക്കെ അതുമായി ബന്ധപ്പെടണം എന്നുണർത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സുപ്രധാനമായ കാര്യം പരസ്പരമുള്ള സാഹോദര്യത്തെ വളരെ ശക്തമായി രൂഢമൂലമാക്കണം. ഏതു തരം തർക്കങ്ങളും ഏതു തരം അഭിപ്രായ ഭിന്നതകളും മറ്റതുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നമ്മൾ മനുഷ്യരാണ്, പ്രത്യേകിച്ച് നമ്മൾ മുഅ്മിനീങ്ങളാണ്. എല്ലാവരും വളരെ ശക്തമായ ബന്ധം ഊട്ടി ഉറപ്പിക്കണം എന്നുകൂടി ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്വതഹയാണ്. നമ്മളെല്ലാവരും അതിനോട് സഹകരിക്കണം. കൃത്യമായി നിങ്ങൾ അതിന് സ്വതഹ നൽകണം എന്നുകൂടി ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.